നമസ്കാരം. പ്രവാസികൾ അഴിക്കുള്ളിലാകുന്നത് അത്ര സുഖമുള്ള വാർത്തയൊന്നുമല്ല. പക്ഷേ എന്തോ കാലക്കേട് കൊണ്ടോ അബദ്ധത്തിലോ ഒക്കെ പല പ്രവാസികളും ജയിലിലാകാറുണ്ട്. ഖത്തർ ജയിലിൽ 611 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സൗദി ജയിലിലാണെന്നാണ് പറയുന്നത്. വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിലായി 10,000-ലേറെ ഇന്ത്യക്കാരാണുള്ളത്. ഇതിൽ 60% ഗൾഫ് രാജ്യങ്ങളിലാണ്, അതായത് 6,478 പേർ. കണക്കുകൾ പരിശോധിച്ചാൽ സൗദി അറേബ്യയിൽ 2,633 ഇന്ത്യക്കാരാണുള്ളത്. UAE-യിലേക്കാണെങ്കിൽ 2,518. ഇനി കുവൈറ്റിലേക്ക് വന്നാൽ 387, ബഹ്റിനിലാണെങ്കിൽ 181, ഒമാനിൽ 148 എന്നിങ്ങനെയാണ് മറ്റ് GCC രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ എണ്ണം. അമേരിക്കയിൽ 169, ബ്രിട്ടനിൽ 288 ഇന്ത്യക്കാർ തടവിലുണ്ടെന്നാണ് പറയുന്നത്. ലോകകപ്പിന് ശേഷം ഖത്തറിൽ ഇന്ത്യക്കാർ തടവിലാകുന്നത് അസാധാരണമായി കൂടിയിട്ടില്ല എന്നാണ് കണക്കുകൾ. അതേസമയം പല രാജ്യങ്ങളിലെയും ജയിലുകളിൽ ചെക്ക് കേസിലും മറ്റും ശിക്ഷ അനുഭവിക്കുന്നവരാണ് ഉള്ളത്. ലഹരി, മറ്റ് നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ കടത്തിയതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടവരും ഇതിലൂടെ വഞ്ചിക്കപ്പെട്ടവരും ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് ആവശ്യമായ നിയമസഹായം ലഭ്യമല്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നമായി പറയുന്നത്. കുറ്റവാളികളെ കൈമാറാനുള്ള കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഖത്തറും വർഷങ്ങൾക്ക് മുമ്പ് പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഇതുവരെയും അത് നിലവിൽ വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇത്തരമൊരു കരാർ നിലവിൽ വന്നാൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് വിദേശ രാജ്യത്ത് ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം ശിക്ഷാ കാലാവധി നാട്ടിൽ പൂർത്തിയാക്കിയാൽ മതിയാകും. ഇനി സൗദിയിലേക്കാണ്. സൗദിയിൽ താമസ കുടിയേറ്റ അതിർത്തി നിയമം ലംഘിച്ചതിന് സൗദി ഒരാഴ്ച കൊണ്ട് നാട് കടത്തിയത് 7,523 പേരെയാണ്. മാർച്ച് 27 മുതൽ ഈ മാസം 2 വരെ നടത്തിയ പരിശോധനയിൽ പിടിക്കപ്പെട്ടത് 18,523 പേരാണ്. ഈ പിടിക്കപ്പെട്ടവരിൽ നിന്നാണ് ഇത്രയും പേരെ നാട് കടത്തിയിരിക്കുന്നത്. പിടിക്കപ്പെട്ടവരിൽ കൂടുതലും താമസ കുടിയേറ്റ നിയമം ലംഘിച്ചവരാണ്. 1,900 പേർ തൊഴിൽ നിയമലംഘനത്തിനും പിടിയിലായി. ഇവർക്ക് യാത്രാരേഖകൾ നേരെയാക്കുന്നതിന് അതതു രാജ്യത്തെ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ലഭിക്കുന്ന മുറയ്ക്ക് ശേഷിച്ചവരെയും നാട് കടത്തുമെന്നും അധികൃതർ പറയുന്നുണ്ട്. 2024 കണക്കുകൾ പ്രകാരം സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് 330 പേരെയാണ്. 2023 172. ഇനി 2022 വന്നാൽ ഇത് 196 ആണ്. 2022-23 വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് വധശിക്ഷകളാണ് 2024 സൗദി നടപ്പിലാക്കിയത്. 100-ലേറെ വിദേശികളും ഇതിൽ പെടുന്നുണ്ട്. ആദ്യമായിട്ടാണ് രാജ്യത്ത് ഇത്രയും കൂടുതൽ വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് വിദേശികളിലേറെയും. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലിനെത്തിയവരാണ് ഇതിൽ അധികവും. വധിക്കപ്പെട്ടവരിൽ 150-ലേറെ കേസുകൾ മയക്കുമരുന്ന്, തീവ്രവാദം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധികാരത്തിലെത്തിയ ശേഷം 2017 ജൂണിനും 2024 ഒക്ടോബറിനും ഇടയിൽ 1,115 വധശിക്ഷകളെങ്കിലും രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ചൈനയ്ക്കും ഇറാനും ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പാക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഇന്നടം മലയാളം.